നമസ്കാരം. ക്യാബിനറ്റ് മിഷൻ 1946 ക്യാബിനറ്റ് മിഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിക്കപ്പെട്ട ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ മേൽനോട്ടത്തിലാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കപ്പെട്ടിട്ടുള്ളത്. 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിച്ചേർന്നത്. 1946 ഡിസംബർ 6 ഭരണഘടനാ നിർമ്മാണ സമിതി രൂപീകൃതമായത്. ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 പാർലമെൻറ്റിൻ്റെ സെൻട്രൽ ഹാളിൽ വെച്ച് നടന്നു. ഡിസംബർ 23 അവസാനിച്ചു. സരോജിനി നായിഡു, ഹൻസ മേത്ത, ദുർഗാഭായ് ദേശ്മുഖ്, രാജ്കുമാരി അമൃത് കൗർ, വിജയലക്ഷ്മി പണ്ഡിറ്റ് തുടങ്ങിയവരായിരുന്നു പ്രമുഖ വനിതാ പ്രതിനിധികൾ. ഭരണഘടന നിർമ്മാണ സമിതിയിൽ 17 മലയാളികൾ ഉണ്ടായിരുന്നു. ഇതിൽ 3 പേർ സ്ത്രീകളായിരുന്നു. ആനി മസ്ക്രീൻ, ദാക്ഷായണി വേലായുധൻ, അമ്മു സ്വാമിനാഥൻ എന്നിവരായിരുന്നു മലയാളി വനിതകൾ. ആകെ 2 വർഷവും 11 മാസവും 18 ദിവസവും കൊണ്ടാണ് ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കപ്പെട്ടത്. ഭരണഘടന നിർമ്മാണ സഭയുടെ താൽക്കാലിക അധ്യക്ഷനായി ഡോക്ടർ സച്ചിദാനന്ദ സിൻഹ 1946 ഡിസംബർ 9 നിയമിക്കപ്പെട്ടു. സമിതിയുടെ സ്ഥിരം അധ്യക്ഷനായി ഡോക്ടർ ബി രാജേന്ദ്ര പ്രസാദ് 1946 ഡിസംബർ 11 തിരഞ്ഞെടുക്കപ്പെട്ടു. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ നിയമോപദേശകനായിരുന്നു സർ ബി.എൻ. റാവു. ഭരണഘടനാ നിർമ്മാണ സമിതിയെ ആദ്യമായി അഭിസംബോധന ചെയ്തത് ആചാര്യ ജെ.ബി. കൃപലാനിയാണ്. 1946 ഡിസംബർ 13 ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ലക്ഷ്യപ്രമേയം ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ചു. ഇത് പിന്നീട് ഭരണഘടനയുടെ ആമുഖമായി മാറി. ഭരണഘടന നിർമ്മാണ സമിതി 1947 ജൂലൈ 22 ദേശീയ പതാക അംഗീകരിച്ചു. ഭരണഘടനാ നിർമ്മാണ സഭയ്ക്ക് കീഴിൽ 13 കമ്മിറ്റികളാണ് രൂപീകൃതമായത്. ഭരണഘടന കരട് നിർമ്മാണ സമിതി 1947 ഓഗസ്റ്റ് 29 ഡോക്ടർ ബി ആർ അംബേദ്കർ അധ്യക്ഷനായി നിലവിൽ വന്നു. ഭരണഘടന കരട് നിർമ്മാണ സമിതി കരട് സമർപ്പിച്ചത് 1948 ഫെബ്രുവരി 21 ആദ്യ കരട് ഭരണഘടനയിൽ 22 ഭാഗങ്ങളിലായി 315 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. 1949 നവംബർ 26 നിയമനിർമ്മാണ സമിതി ഭരണഘടന അംഗീകരിച്ചു. ദേശീയ നിയമദിനമായി നവംബർ 26 ആചരിക്കപ്പെട്ടു. നിയമ സേവൻ ദിനമായി ആചരിക്കപ്പെടുന്നത് നവംബർ 9. ഇന്ത്യൻ ഭരണഘടന അംഗീകരിക്കപ്പെടുമ്പോൾ 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളുമാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടന നിലവിൽ 22 ഭാഗങ്ങളിലായി 444 അനുച്ഛേദങ്ങളും 12 പട്ടികകളുമാണ് ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ കവർ പേജിൻ്റെയും മറ്റും ലേ ഔട്ട് തയ്യാറാക്കിയത് നന്ദലാൽ ബോസാണ്. ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നതും നന്ദലാൽ ബോസാണ്. 1950 ജനുവരി 24 ഭരണഘടനാ നിർമ്മാണ സമിതി അംഗങ്ങൾ ഒപ്പുവെച്ചു. 1950 ജനുവരി 26 ഇന്ത്യൻ ഭരണഘടന ഔദ്യോഗികമായി നിലവിൽ വന്നു. ഇന്ത്യ റിപ്പബ്ലിക്കായി പ്രഖ്യാപിക്കപ്പെട്ടു. ജനുവരി 26 റിപ്പബ്ലിക് ദിനമായി ആചരിക്കുന്നു.